പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിച്ചത് സ്വാതന്ത്ര്യത്തിൻ്റെ ദൂതാണ്. ഇവിടെ 2 വാചകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പ്രസാദ വർഷം, 2 പ്രതികാര ദിവസം. 2014 വർഷത്തിന് മുമ്പ് കാൽവരുടെ നെറുകയിൽ മാനവകുലം കേൾക്കെ വിളിച്ചു പറഞ്ഞ ശബ്ദം എല്ലാം ചെയ്തു തീർന്നിരിക്കുന്നു. നമ്മുടെ കടം വീടിയിരിക്കുന്നു. മാനവകുലത്തെ ഫ്രീ ആക്കിയിരിക്കുന്നു. അതുകൊണ്ടിപ്പോൾ ധൈര്യത്തോടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ അവകാശം പ്രാപിച്ചിരിക്കുന്നു. പരിശുദ്ധന്മാവിനോട് പറയുന്നു, കടം വീടിയിരിക്കുന്നു. കാൽവറി ക്രൂശിലെ ശബ്ദം സകലതും നിവൃത്തിയായിരിക്കുന്നു. ന്യായപ്രമാണമേ, നീ ചോദിച്ച മുഴുവൻ കടങ്ങളും, മാനവകുലം ചെയ്തു വെച്ച പാപത്തിന്റെ കടത്തെ അവസാനത്തെ തുള്ളി ചോര കൂടെ ഊറ്റി തന്നുകൊണ്ട് യേശു കടം വീട്ടിയിരിക്കുന്നു. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്, ഇത് ഞങ്ങളുടെ കഴിവും എടുക്കൊന്നും അല്ല. മരണപാശങ്ങൾക്ക് അവനെ ഒതുക്കാൻ പറ്റിയില്ല, കല്ലറുകൾക്ക് അവനെ ഒതുക്കാൻ പറ്റിയില്ല. ഈ നാമം പറയുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും. ഈ നാമത്തിന്റെ പ്രത്യേകതയാണ്. ഇത് ഞങ്ങളുടെ ഭക്തിയുടെ കൂടുതലല്ല, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൂടുതലല്ല. ഇത് ഈ നാമത്തിന്റെ പ്രത്യേകതയാണ്. ഇത് ജയിച്ച നാമമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജയിച്ച നാമം. അടുത്ത ദിവസങ്ങളിൽ ആശുപത്രികളിൽ നിന്ന് ക്യാൻസറിന്റെ റിപ്പോർട്ടുകൾ വരുമെന്ന് പേടിച്ചിരിക്കുന്ന ഒരു സിസ്റ്ററുടെ മേൽ ഇന്ന് പകലിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. കർത്താവിനോട് പറയുന്നു, ബയോപ്സിക്ക് പോയ റിപ്പോർട്ട് അനുകൂലമായി വരുന്നുവെന്ന് യേശു എന്നോട് പറയാൻ പറയുന്നു. അത് വിശ്വസിക്കുന്നവർ, അത് അങ്ങനെ എന്നോടാന്ന് തോന്നുന്നുള്ളവർ അങ്ങനെ ഇതൊരു ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ലോക രാജ്യങ്ങളിൽ നമ്മളെ കാണുന്നവർ, ഞാൻ ഇടയ്ക്ക് ആ ലൈവിനകത്ത് പോയി അത് നോക്കുമായിരുന്നു. 17 രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഈ സഭായോഗം കണ്ടുകൊണ്ട് ആളുകളുണ്ട്. നമ്മളീ കാണുന്ന ഈ സഭായോഗം 17 രാജ്യങ്ങളിൽ ആളുകൾ കാണുന്നു. പരിശുദ്ധന്മാരോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ എന്നോട് ഈ ദിവസങ്ങളിൽ ഇടപെടുന്ന ഈ ഓൺലൈനിൽ കർത്താവ് ജനത്തെ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നു. ഒരു തലമുറ ഇന്റർനെറ്റിനകത്ത് പിശാച് കുടുക്കിയിട്ടപ്പോൾ കർത്താവ് തൻ്റെ സേനയെ രംഗത്തേക്ക് കൊണ്ടുവരുന്നു. ഏത് വെള്ളത്തെയാണോ പിശാച് മിസ്രൈമിനെ, ഇസ്രായേൽ ജനത്തെ മുക്കാൻ നീ ഉപയോഗിച്ചത്, അതേ വെള്ളത്തിൽ തന്നെ നിന്റെ ന്യായവിധി നടത്തുന്ന പരിശുദ്ധന്മാരോട് പറഞ്ഞ ന്യൂസിലാൻഡിൽ ഇപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി യേശു ഒരു അത്ഭുതം ചെയ്യുന്നു. പരിശുദ്ധന്മാവിനോട് പറയുന്നു, 2 അത്ഭുതങ്ങൾ നിനക്കുണ്ടാകുന്നു. 1 നിന്റെ ജോലി സംബന്ധമായ അത്ഭുതം, 2 പിരിഞ്ഞുപോയ ഭർത്താവിനെ നിനക്ക് കർത്താവ് തിരിച്ചു തരുന്നു എന്ന് യേശു എന്നോട് പറയുന്നു. അങ്ങനെ ഒരു തോന്നൽ ആ വ്യക്തിയുടെ മേൽ ഇപ്പോൾ കർത്താവ് അയക്കുന്നു. നമ്മൾ നിൽക്കുന്നത് ആ ദൈവിക കവറിനിങ്ങനെ കീഴിലാണ്. എനിക്ക് ഈ വാക്കിന്റെ അർത്ഥം, ഈ കവർ ഇവിടെ ഇപ്പം ഞായറാഴ്ചകളിൽ നടക്കുന്നത് ഒരു വിത്ത് വിതയ്ക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളുകൾ തൊട്ടിട്ട് പറഞ്ഞു, ഇത് വിത്താണ്. ഈ ആദ്യമായിട്ട് ഞങ്ങളെ കേൾക്കാൻ വന്നവർ നിങ്ങളോട് പറയുന്നത് ഇത് വിത്താണ്. ഈ വിത്തിന് വളരാൻ പറ്റിയ നിലം ഒരുക്കിയെടുക്കുക. നിങ്ങൾ പണ്ട് ഞാൻ ചെടി നടുവായിരുന്നു. പിറ്റേ ദിവസം പോയി ഇളക്കി വേര് വന്നു നോക്കും, പിന്നെയും നടും, പിന്നെ അത് വേരോടത്തില്ല. സ്തോത്രം. ഇന്ന് ഒന്ന് കാണാൻ വന്ന എല്ലാവർക്കും വിടുതലാവും, ചിലർക്ക് വിടുതലാകും, ചിലർക്ക് ആവത്തില്ല. അവരുടെ തീരുമാനമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഈ കവറിങ്ങിനകത്ത് എല്ലാവർക്കും വിടുതലാകും. ഞാൻ ഉറപ്പ് തരുന്നു. ഇന്നലെ ഒരു രാത്രി മുതൽ, ഇന്നലെ ഒരു 10 മണിക്ക് ശേഷം മുതൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ്. ഒത്തിരി താമസിച്ചാണ് ഞാൻ ഉറങ്ങിയത്. ഒത്തിരി താമസിച്ച ഒരു ഭയങ്കര ദൈവസാന്നിധ്യം മുറിക്കകത്ത് അനുഭവിക്കുകയാണ്. മുറിക്കകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച ഈ കവറിങ്ങിനകത്ത് ഒരു സംഭവം പറയാം. ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറില്ല.
എൻ്റെ തെറുതി കാരണം, ഈ തിരക്ക് കാരണം എല്ലാ ദിവസവും എല്ലാ ഫോൺ എടുക്കാറില്ല, എല്ലാ മെയിലുകൾ ചെക്ക് ചെയ്യാറില്ല. എൻ്റെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന വേറെ 2 സഹോദരന്മാരാണ്. എൻ്റെ ഒരു അനിയനുണ്ട്, പിന്നെ ഇവിടെ സഹോദരന്മാർ പലരാണ് ഉപയോഗിക്കുന്നത്. ഞാനല്ല ഇത് ഉപയോഗിക്കുന്നത് ഈ തിരക്ക് കാരണം. പക്ഷെ കഴിഞ്ഞ രാത്രി എല്ലാ പ്രാർത്ഥന ഈ കവറിങ്ങിനകത്ത് നിൽക്കുന്നവരോട് പറയുന്നത്, എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറേ ഇല്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റാണ്, അങ്ങനെ പറ്റില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷെ ഒരു ഉറപ്പ് തരാം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായി നടക്കുന്നതിന് മുമ്പ് കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഈ കവറിങ്ങിനകത്ത് വെളിപ്പെടുത്തി തരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. അതിന് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരാൾ, നമ്മുടെ ഇവിടെ ഉള്ള ഒരാളെ ഇങ്ങനെ മനസ്സിൽ കാണുകയാണ്. മായിച്ചിട്ടും മറന്നിട്ടൊന്നും ഇത് മാറുന്നില്ല. കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തെ വിളിക്കണമെന്ന്. അന്നേരം ഞാൻ നോക്കിയപ്പോൾ സമയം 12:40 രാത്രി. ഞാൻ 2 കൽപ്പിച്ച് ഇദ്ദേഹത്തെ ഫോൺ ചെയ്തു. ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇപ്പോഴെന്തോ നിങ്ങൾ ചെയ്യാൻ പോകുന്നതാണ്. നാളെ പ്രഭാതത്തിൽ നടക്കുന്ന ഡീലിന് നിങ്ങൾ തയ്യാറാക്കരുത്, മാറിക്കോണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ആ സമയത്ത് അദ്ദേഹം ഹൈദരാബാദിലാണ്. ഈ ഫോൺ എടുക്കുന്ന ഒരു ഹോട്ടലിൽ വെച്ചാണ്. ഒരു തട്ടിപ്പ് സംഘത്തിൻ്റെ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് പെട്ടു. കൂട്ടുകാരൻ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു കൈവച്ചാൽ മതി, എനിക്ക് പറ്റത്തില്ല. ഇദ്ദേഹം പോയില്ല, ഇദ്ദേഹത്തോട് പോകരുതെന്ന് പറഞ്ഞ് ഇദ്ദേഹം പോയില്ല. കൂടുള്ള ആൾ പോയി. പിറ്റേ ദിവസം വൈകുന്നേരം കേൾക്കുന്ന വാർത്ത, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയ ആളെ ആ സംഘം കൊന്നുകളഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാവോ, ഈ കവറിങ്ങിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ഈ കവറിങ്ങിനകത്ത് പിശാചിന് നിങ്ങളെ തൊടാൻ പറ്റില്ല, അനുവദിക്കാതെ തൊടാൻ പറ്റത്തില്ല. എല്ലാം വിടുതലായോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ മേൽ പിശാചിന് അധികാരം നടത്താൻ പറ്റത്തില്ലെന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സാന്നിധ്യത്തിന്റെ സ്ഥലത്ത് നിന്നുകൊണ്ട് ചില ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പിശാച് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് ഞങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് വരാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ പോലും ചിലപ്പോൾ അറിയണമെന്നില്ല. ആ സമയത്ത് ആ കുടുംബത്തിന് വേണ്ടി കയറി ഇടയ്ക്ക് നിൽക്കും. തൊട്ടുപോയേക്കരുത്. കഴിഞ്ഞ ദിവസം എനിക്ക് ആളുടെ പേര് വേണേൽ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് എന്നോട് കർത്താവ് ഇടപെട്ടു. ഹാർട്ട് അറ്റാക്ക്, അതിനെ ബ്ലോക്ക് ചെയ്യണമെന്ന് കർത്താവിനോട് പറഞ്ഞു. ആ രാവിലെ ഞാൻ പോകുമ്പോൾ അദ്ദേഹം എനിക്കെതിരെ ഞാൻ വണ്ടിയെ പോവുകയാണ്. അദ്ദേഹം എന്നെ കണ്ടില്ല. എതിരെ ഇങ്ങനെ സ്കൂട്ടറിൽ കാനറ്റി ഹോണ്ടയിൽ ഓപ്പോസിറ്റിൽ പായുകയാണ്. ഞാൻ രാത്രി മൊത്തം അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച് രാവിലെ പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റിൽ വണ്ടിയെ പായുകയാണ്. അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ എനിക്കറിയാം, ഞങ്ങൾ കവർ ചെയ്തതാണ്. ആഴ്ചയിൽ ഒന്ന് വന്ന് എത്തി നോക്കി ഒരു ദൂതം കേട്ടുകൊണ്ട് പോയവർക്ക് വേണ്ടി എൻ്റെ ഓർമ്മ, ഈ കവറിങ്ങിനെ തുടർമാനമായി ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് വേണ്ടി ഇതുപോലത്തെ ദൈവത്തിന്റെ ഇടപാടുണ്ടാകും. ഇവിടുത്തെ സർക്കാർ തരാത്ത ഗ്യാരണ്ടി സഭ തരുന്നു. ഇല്ല, നിങ്ങൾക്ക് അനർത്ഥം സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബങ്ങളെ തൊടാൻ പറ്റില്ല. അത് ദൈവവും ഞങ്ങളും തമ്മിലുള്ള ഇടപാടാണ്. ഈ ഇത്രയും വലിയ ഗ്യാരണ്ടി ലോകത്ത് ആരെയും കൊണ്ട് ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഈ കവറിങ്ങിനകത്ത് നിൽക്കുന്ന ഓരോ കുടുംബങ്ങളോടും ഞാൻ ഉറപ്പായി പറയുന്നു, ഇല്ല, നിങ്ങളെ പിശാചിന് തൊടാൻ പറ്റില്ല. നിങ്ങളുടെ മേൽ പിശാചിന് ആധിപത്യം എടുക്കാൻ കഴിയത്തില്ല. എൻ്റെ കർത്താവ് നിങ്ങളുടെ വേലി കെട്ടി ഈ സംരക്ഷണം അനുഭവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവ് എന്നെ സംരക്ഷിക്കും? കർത്താവ് പറഞ്ഞ ഇന്ന് പകലിൽ പറഞ്ഞ ദൈവാലോചനകൾക്ക് ഒരു ആമയം പറയാൻ എത്ര പേർക്ക് പറ്റും? ഈ കോട്ടയത്ത് നിന്നൊരു ഒരു 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 സാക്ഷ്യം നമ്മുടെ പ്രയർ ലൈനിൽ വിളിച്ചു പറയാനായിരുന്നു. കോട്ടയത്ത് നിന്ന് ഏതായാലും മോനെ മുമ്പോട്ട് വന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഞാൻ താഴോട്ടൊന്ന് തിരിഞ്ഞില്ല. ഈ കുഞ്ഞ്, നിങ്ങൾ എത്ര പേര് ഓർക്കുന്ന റാന്നിയിലെ നമ്മുടെ മീറ്റിങ്ങിന് വന്ന കുടുംബമായിരുന്നു. അവിടെ വെച്ച് ഈ കുഞ്ഞിന്റെ പേര് വിളിച്ചു. ആരുടെയൊക്കെ പേര് വിളിച്ചേ? പേര് വിളിച്ചു. ഇവന്റെ പേര് വിളിച്ചിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ ബ്ലഡിനകത്തെ SLE രോഗത്തെ കർത്താവ് സൗഖ്യമാക്കും.
പേര് വിളിക്കുന്നത് കള്ളത്തരമാന്ന് പറയുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇവർ പോയി ചെക്ക് ചെയ്തു. ഡോക്ടർ അവരോട് പറഞ്ഞു രോഗം മാറിയിരിക്കുന്നു. ഏത് ഡോക്ടറാ പറഞ്ഞത്? അമൃതയിലെ പത്മനാഭ ഷേണായി എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ഈ കുഞ്ഞ് SLE എത്ര എണ്ണം സൗഖ്യമാണ് നമ്മൾ കണ്ടതാ. യേശു ഇന്ന് അത് ഒന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോൾ ഓൺലൈനിൽ കർത്താവ് തന്നെ പറയുന്ന ഓൺലൈനിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഈ ഉദരത്തിനകത്ത് രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. പരിശുദ്ധർമാവനോട് ഷൈനി എന്ന് പറഞ്ഞൊരു പേര് കാണിക്കുന്നു. നീ ഇപ്പോൾ ഇരിക്കുന്ന ഇങ്ങോട്ടൊന്ന് നോക്കിക്കോ. നിന്റെ ശരീരത്തിന് മേൽ കരണ്ട് അടിക്കുന്നത് പോലെ ഇപ്പോൾ യേശുവിന്റെ മഹത്വം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹേ രമനഹസദയാന്തരം സൗഖ്യമാക്കാൻ യേശുവിന് പറ്റുമെന്ന് പേര് വിളിച്ച കർത്താവ് വിളിച്ച ഇതിനകത്ത് പരിശുദ്ധർമാവ് എന്നെ കാണിക്കുന്നതാ. ആനി എന്ന് പറഞ്ഞൊരു പേരെന്നെ കർത്താവ് കാണിക്കുന്നു. കർത്താവിൻ്റെ ഒരു വലിയ മഹത്വം. ഒരാളല്ല, വേറെ ആനി എന്ന പേരിലുള്ള വേറെ ആരാ ഇതിനകത്തുള്ളത്? ശാന്തര പ്രഭാന ഹസദ യാന്തര. ലാസ്റ്റ് പ്രാർത്ഥിക്കാം. ആനി ആരെങ്കിലും ഒരാളങ്ങോട്ട് ചെന്നാട്ട് ഒന്നൊന്ന് പ്രാർത്ഥിക്കാൻ ചെന്നിട്ട് ഇതിനകത്ത് അടുത്ത ദിവസങ്ങളിൽ എന്തോ ഒരു റിസൾട്ട് ആ ആളെയാണ് ഞാൻ നോക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ എന്തോ ഒരു റിസൾട്ട്, പ്രത്യേകിച്ച് ഈ ബയോപ്സി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യിക്കുന്ന അനിയേതാ? ആരാത്? ആന്നോ എന്തോ പറഞ്ഞ കേട്ടില്ല. അതെ, കണ്ണടച്ചോ, യേശുവെ എന്ന് വിളിച്ചോ. ആ സിസ്റ്റർ വയറ്റത്തോട്ട് ആരാ? അനിത സിസ്റ്റം തൊട്ടോ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉദരത്തെ കെട്ടിപ്പോ പൊട്ടുകയാണ്. പിശാച് പ്ലാൻ ചെയ്തത് നിന്റെ വയറ്റിനകത്ത് ക്യാൻസർ ഉണ്ടെന്ന് റിപ്പോർട്ട് തരാനാ. പക്ഷെ കർത്താവ് പറയുന്നു ഇല്ല, ഇവിടെ വെച്ച് ക്യാൻസൽ ആയി കഴിഞ്ഞെന്ന്. ഒന്ന് ചോദിക്കണം, വയറുമായി ബന്ധപ്പെട്ടത്. കർത്താവ് എന്നോട് പറയുന്നു ഒരു അത്ഭുതത്തെ കർത്താവ് ചെയ്യുന്നു. ഇപ്പോൾ ശരീരത്തെ രോഗത്താൽ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോ. അവന്റെ അത്ഭുത കരം ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങുന്നു. ആ കരം അടിച്ചോണ്ട് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തോ. യേശു ജീവിക്കുന്ന കർത്താവ്. താങ്ക് യു ജീസസ്. ആമേൻ എന്ന് പറഞ്ഞ് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തോ. ആ കരം അടിച്ചോണ്ട് വായുകൾ തുറന്ന് ശരീരത്തൊരു കടഭാരത്താലായിരിക്കുന്നവർ ഒന്ന് കരമുയർത്താമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കടഭാരം പ്രത്യേകിച്ച് ഇതിനകത്ത് പരിശുദ്ധർമാവിനെ കാണിക്കുന്ന അമ്പാടിയിൽ എന്ന് പറഞ്ഞൊരു വീട്ടുപേരുമായി ബന്ധപ്പെട്ട ഒരു സഹോദരിയെ കർത്താവിനെ കാണിക്കുന്നു. ഒരു അത്ഭുതം നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു. ആരാണത്? എഴുന്നേറ്റ് നിന്നാട്ടെ, കൈയുയർത്താൻ പറ്റുമെങ്കിൽ കൈയുയർത്തിയാട്ടെ. താങ്ക് യു ജീസസ്. ആ കണ്ണുകൾ അടച്ച് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് വിളിച്ചോണ്ട്, ആ കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് വിളിച്ചോണ്ട് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അവന്റെ ശക്തിയുടെ ബലം, അവന്റെ വീര്യം ഇതിനകത്ത് വ്യാപരിക്കുന്നു. കർത്താവിന്റെ ദാസം പറഞ്ഞതുപോലെ ചിലർ പെരുകാൻ വേണ്ടി പോകുന്നു, നന്മകൾ പെരുകാൻ പോകുന്നു, ശുശ്രൂഷ പെരുകാൻ പോകുന്നു. ഇതിന് ആമേൻ പറയാൻ പറ്റുന്നവർ മാത്രം ആമേൻ പറയും. ശരീരത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നു, അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നിന്നോ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ജീസസ്. ശരീരത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നു, അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റ് നിന്നോ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവന്റെ ശക്തിയുടെ ഫലം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മേൽ ഉണ്ടാകുന്നു. ആ കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ആ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈവച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിന് മേൽ ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ അത് വ്യാപരിച്ചു തുടങ്ങുന്നു. ആ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ തന്നെ കൈവച്ചിട്ട് യേശുവിൻ നാമത്തിലുള്ള സൗഖ്യത്തെ അനുവദിക്കുക. ചെന്നാട്ട് നമ്മുടെ സഹോദരന്മാർ ചെന്നിട്ട് ചോദിച്ചാട്ടെ. ശാന്തര പ്രഭാന ഹസന പ്രാർത്ഥിച്ചാട്ടെ. രാജന ഹസന. Thank you Jesus.
വായകൾ തുറന്ന് ശബ്ദമുയർത്തി ബാക്കിയുള്ളവർ കർത്താവിനോട് സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവാ ദൈവമേ, അങ്ങയുടെ വലിയ വെളിപ്പാടുകൾ ചലനമേൽ ഇന്ന് പകലിൽ വീഴുന്നു. വെളിപ്പാടുകൾ ദർശനങ്ങൾ വീഴുന്നു. താങ്ക് യു ജീസസ്. ഇപ്പോൾ അലർജി ത്വക്ക് സ്കിൻ ഡിസീസുകൾ ഇപ്പോൾ സൗഖ്യമാണ്. ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. വിശ്വസിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈയെടുത്ത് വെക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്നവരെ ഞങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ഈ നിന്നവരല്ലാതെ ലാസ്റ്റ് പ്രാർത്ഥിക്കാൻ രോഗമുണ്ടെന്ന് പറഞ്ഞ് വരരുത്. പ്രാർത്ഥിച്ച കർത്താവ് പറയുമ്പം അനുസരിക്കാതെ ലാസ്റ്റ് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. കർത്താവ് പേര് വിളിക്കുമ്പോൾ, കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ വരാതെ പാത്ത് വിടുതലെടുക്കാൻ പറ്റില്ല. കാര്യം ഇത് ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, യേശുവുമായി ബന്ധപ്പെട്ടതാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. താങ്ക് യു ജീസസ്. ഒരു സന്തോഷ വാർത്ത. ഇപ്പോ ഈ സൗദി അറേബ്യയിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു സന്തോഷ വാർത്ത. ഞങ്ങളുടെ കൂടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ നിജു പാസ്റ്റർ അടുത്ത ബുധനാഴ്ച മുതൽ സൗദി അറേബ്യയിൽ ശുശ്രൂഷകൾക്കായിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന സ്ക്രീനിൽ അതിൻ്റെ നമ്പർ വരും. നിങ്ങളിപ്പോൾ തന്നെ എഴുതിയെടുക്കുക. ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ തരുന്നതായിരിക്കും. അടുത്ത 10-15 ദിവസം സൗദി അറേബ്യയിൽ ഇപ്പോൾ ശുശ്രൂഷകൾക്ക് വേണ്ടി അടുത്ത ബുധനാഴ്ച തൊട്ട് നിജു പാസ്റ്റർ ഇവിടെ കാണും. ദമാമിലും റിയാദിലും അദ്ദേഹം ശുശ്രൂഷകൾക്ക് വേണ്ടിയുണ്ട്. സൗദി അറേബ്യയിലുള്ളവർ ഈ അവസരത്തെ വിനിയോഗിക്കുക. സ്തോത്രം. ഈ ഓൺലൈനിൽ ആയിരിക്കുന്നവർ കർത്താവ് ഇതിനകത്ത് കർത്താവ് വലിയ വിടുതലുകൾ ചെയ്യുന്നു. ന്യൂസിലാൻഡിൽ കർത്താവിനോട് പറയുന്നത് ഭയങ്കര ഒരു ഉണർവ് പരിശുദ്ധാത്മാവ് ആരംഭിക്കുന്നു. അടുത്തൊരു സീസൺ അവിടുത്തെ സഭകൾക്ക് മീതെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. ചരണമേൽ പുതിയ കോട്ട് കർത്താവ് ഇടിപ്പിക്കുന്നു. ചിലതിനെ പുത്തൻ അഭിഷേകത്തെ നിറയ്ക്കുന്നു. പ്രധാനപ്പെട്ട ഡീലിങ് കർത്താവിനെ കാണിക്കുന്ന ഒരു വെള്ള പേപ്പറിനെ കാണിക്കുന്നു. അതിനകത്ത് എന്തോ ഒപ്പിടുന്നു. റോയിച്ച കർത്താവിനോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതത്തെ കർത്താവ് ചെയ്യുന്നു. റോയ് ബ്രദർ കർത്താവിനോട് പറയുന്നു, സാമ്പത്തികമായ ഒരു വലിയ ഡീലിങ്ങിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നു. ഇപ്പോൾ ഈ സഭ നിങ്ങളുടെ സാമ്പത്തികത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Thank you Jesus. അവന്റെ ശക്തി വ്യാപരിക്കുന്നു. കണ്ണുകൾ അടച്ച് ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ എന്ന് വിളിച്ച് വായകൾ തുറന്ന് ഈ കൂട്ടത്തിൽ അശ്വതി എന്ന് പറഞ്ഞ പേരുള്ളവർ കൈ ഉയർത്താമോ? അശ്വതി എന്ന് പറഞ്ഞ പേരുള്ളവർ ഒരാളെ അശ്വതി കൈ ഉയർത്തിയ. ആ കൈ ഉയർത്തിനകത്ത് മുമ്പേ പറഞ്ഞ വീട്ടുപേരുമായി ബന്ധപ്പെട്ട ആളാരാണ്? അമ്പാടിയിൽ. അതിന്റെ മേൽ എന്തോ സംഭവിക്കുന്നു. വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവേ എന്ന് വിളിച്ചോണ്ട് പ്രാർത്ഥിച്ചോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വ്യാപാരം വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ഭാഷ ഒന്ന് കൈവെക്കണം. കർത്താവ് എന്നോട് പറയുന്ന 2 വിടുതലുകൾ കർത്താവ് ചെയ്യുന്നു. ഈ കർത്താവിനെ കാണിക്കുന്ന കടം കയറി ജപ്തിക്കിട്ടിരിക്കുന്ന പദ്ധതികളെ, പിശാച് ഇട്ട പദ്ധതികളെ ഇവിടെ സഭ ബ്രേക്ക് ചെയ്ത് കളയുന്നു. നിന്റെ മേലൊരു അത്ഭുതം നടക്കുന്നു. അമ്പാടിയിലെ വീട്ടിനകത്ത് യേശുവിന്റെ മഹത്വം വ്യാപരിക്കുന്നു. ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നു. വായകൾ തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ട് അടുത്ത ചലനമേൽ ഇന്ന് പകലിൽ എന്തോ സംഭവിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കുന്ന മോന്റെ മേൽ, ഇന്ന് സാക്ഷി പറഞ്ഞ മോന്റെ മേൽ വീണ്ടും നിന്റെ മേൽ കരണ്ട് അടിക്കുന്നത് പോലെ ഞാൻ കാണുന്നു. മോനെ, നീ കണ്ണടച്ചോ. നിന്റെ മേൽ വീണ്ടും കരണ്ട് അടിക്കുന്ന പോലെ എന്തോ സംഭവിക്കുന്നു. കരമടിച്ചോണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്തോ. വായകൾ തുറന്ന് യേശുവേ എന്ന് വിളിച്ച് അവന്റെ ശക്തിയുടെ വ്യാപാരം
അത്ഭുത വിടുതലുകൾ സംഭവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. തൊടുക തൊടുക തൊടുക. ചിലരെ തൊടുക. അയ്യോ, സ്ഥിരം കേൾക്കുന്ന ഒരു പല്ലവി അല്ലിപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നതാ. യേശു കർത്താവിനോട് പറയുന്നത് നമ്മള് പെരുകാൻ വേണ്ടി പോകുന്നു. പെരുകാൻ വേണ്ടി പോകുന്നു. കേരളത്തിൽ സഭ പെരുകാൻ വേണ്ടി പോകുന്നു. ഇന്ത്യയിൽ സഭ പെരുകാൻ വേണ്ടി പോകുന്നു. ഇന്ത്യൻ സഭ തളരാൻ പോകുന്നതല്ല, പെരുകാൻ പോകുന്നു. ഇന്ത്യൻ സഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളിൽ പെരുകാൻ പോകുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ചരിത്രത്തിലേക്ക് സഭ നടന്നു കയറുന്നു. യേശുവേ യേശുവേ ജീസസ്. Oh, thank you Jesus, thank you Jesus. ജിജോ ബ്രദർ, ഈ ആന്റി വീഴ്ചയിൽ കാല് മടങ്ങി അതിന്റെ വേദനയാൽ നടക്കാൻ പറ്റത്തില്ലായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. ആന്റിക്ക് വന്നേ, ഇങ്ങോട്ട് തിരിച്ച് തന്റെ മേൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. ഇപ്പോൾ പരിപൂർണമായ സൗഖ്യം താൻ അനുഭവിക്കുന്നു. ആള് ശ്രീത് ഭാഷ കഴിഞ്ഞില്ല. തന്റെ ഇവിടെ ഇടത്തെ സൈഡിൽ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. ഇതിനകത്തെ സ്കിന്നിന്റെ പ്രശ്നത്താണ്. സ്കിൻ ചൊറിച്ചിൽ. അത് കാരണം മരുന്നില്ലെന്ന് തന്നെ പറഞ്ഞ, മരുന്നിന് ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ ആരാന്ന് വെച്ചാൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാകുമെന്ന് കർത്താവിനോട് പറയും. സ്കിൻ കംപ്ലൈന്റ് ഒന്ന് കൈ ഉയർത്തി കാണിക്കാമോ? ആളാരാന്ന് വെച്ചാൽ കർത്താവ് ഇല്ലാതെ പറയത്തില്ല. തൊക്കിനകത്ത് ചൊറിച്ചില്ല. അത് പൊട്ടുന്നത് പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ അവന്റെ സൗഖ്യം നീ വിശ്വസിച്ചാൽ ഇപ്പോൾ കർത്താവ് ചെയ്തു. തൊക്കിനകത്ത് ഒരാൾ മാത്രമല്ല, വേറെ ആരോ ഒരാളോടുണ്ട്. അങ്ങനെ ആ പ്രശ്നത്താൽ ഭാരപ്പെടുന്നവരത് കൈ ഉയർത്തി നല്ലപോലെ പിടിച്ചാൽ തൊക്കിനകത്തെ പ്രശ്നം. ആരാരും ഇവിടെ നീ വെട്ടമടിക്കുന്നത് ക്ലിയർ ആയിട്ട് കാണത്തില്ല. കണ്ണുകൾ അടച്ചു. യേശുവിന്റെ ക്രൂശിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇപ്പോൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ മേൽ ഇപ്പോൾ ഉണ്ടാകുന്നു. കണ്ണുകൾ അടച്ച് യേശുവിനെ വിളിച്ചു. കുഞ്ഞിന്റെ മേൽ അത് വ്യാപരിക്കുന്നു. സ്കിൻ കംപ്ലൈന്റുകൾ മാറുന്നു. കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു. കള്ളന്മാർ നടുവിൽ കിടന്നതോ നിന്നെ ഉയർത്തുവാനല്ലയോ, മാർവീടം ആഴമായി മുറിഞ്ഞതോ സൗഖ്യം നിനക്കേകാനല്ലയോ, കള്ളന്മാർ നടുവിൽ കിടന്നതു നിന്നെ ഉയർത്തുവാനല്ലയോ, മാർവീടം മാരമായി മുറിഞ്ഞതോ സൗഖ്യം നിനക്കേകാനല്ലയോ, മകനേ മകനേ മകളേ നീ മാന്യയായിടുവാൻ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കാരങ്ങൾ നിനക്കായി
കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ മകളേ, നീ മാന്യനായിടുവാൻ. മകനേ മകളേ, നീ മാന്യയായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കരങ്ങൾ നിനക്കായി കുടഞ്ഞപ്പെട്ടു. മകനേ നീ നോക്കുക, നീനക്കായി പകർന്നിടുന്നു. മകനേ നീ നോക്കുക, ദൈവാസന ഇത് അമ്മു എന്നാണ് ഈ മോടെ പേര്. ഇവിടെ പറക്കോട്ടുനിന്ന് വരികയാണ്. ഇവിടെ കാലെ നോക്കിയാൽ തന്നെ അറിയാം, ചൊറിഞ്ഞു പൊട്ടി ആകെ പ്രയാസങ്ങളായിരുന്നു. പക്ഷേ ദൈവദാസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ അത് പരിപൂർണമായി സൗഖ്യമാക്കിയിരിക്കുന്നത് കരിഞ്ഞ് ഉണങ്ങിയതായി നമുക്ക് കാണാൻ പറ്റും. ഒന്ന് കയറിയ മോളെ മേലോട്ട് ഒന്ന് കാണിച്ചവരെ തിരിഞ്ഞ് വീഡിയോയിലൂടെ കാണുന്നു. മോളെ തിരിഞ്ഞ കാലൊന്ന് കാണും. ചൊവ്വിന് അവിടെ കാണാൻ നമുക്ക് പാടുകൾ കാണാം. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അതെല്ലാം ഉണങ്ങി കർത്താവ് അത്ഭുതകരമായി കരിച്ച് സൗഖ്യമാക്കി. കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര നാളായിട്ട്? 6 വർഷമായിട്ടുണ്ട്. 6 വർഷമായിട്ടുണ്ടായിരുന്നത് കർത്താവ് അതിനെ കരിച്ച് ഉണക്കി. 7 വർഷമായി ഭാഷ. 7 വർഷമായിട്ട് പറക്കൂട്ടുന്ന വരുന്ന കർത്താവ് പരിപൂർണമായി തന്നെ സൗഖ്യമാക്കി. കരങ്ങളടിച്ച് യേശുവിനെ നന്ദി. ദേവദാസൻ ഇത് കലഞ്ഞു എന്ന് വരികയാണ്. സുജാത എന്നാണ് പേര്. 3 വർഷമായി ഇരുന്നിട്ട് എഴുന്നേക്കാനോ അല്ലെങ്കിൽ ഒത്തിരി നേരം നിൽക്കാനോ പറ്റത്തില്ലായിരുന്നു. നടുവിന് വേദനയായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രാർത്ഥിച്ചു, ഇരുന്നിട്ട് എഴുന്നേൽക്കാം, നടുവിന് വേദനയില്ല. യേശു അത്ഭുതകരമാണ്. ചെക്ക് ചെയ്ത് കാണിച്ചാൽ കരമടിച്ചോണ്ട് യേശുവിന് നന്ദി പറയും. ഒന്ന് ഇവിടെ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് കാണട്ടെ. അവിടെ ഇരുന്ന് തിരിഞ്ഞ് ആ സ്റ്റെപ്പയിൽ ഇരുന്നിട്ടൊന്ന് എഴുന്നേറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിങ്ങളെ സൗഖ്യമാക്കി കർത്താവ്. നിങ്ങൾ ഒത്തിരി പേര് വന്ന് സാക്ഷി പറഞ്ഞിട്ടൊക്കെ പോയി. പക്ഷെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ കർത്താവ് ആ ദേശത്ത് യേശുവിന് വേണ്ടി കണ്ടിരിക്കുകയാണ്. ഒരു കർത്താവിനെ കാണിക്കുന്ന ഒത്തിരി ആളുകളെ യേശുവിലേക്ക് അടുപ്പിക്കാൻ നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. അജേഷ് മോന ചിലതിന്റെ മേൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്നു. മദ്യപാനത്തിന്റെ ശക്തിയാൽ കുരുങ്ങിക്കിടക്കുന്ന നിന്റെ ഭർത്താവിനെ ആജി ചിലതിനെ കർത്താവ് ഇപ്പോൾ തൊടുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, എന്നോട് കർത്താവ് പറയുന്നു, സിസ്റ്റർ കർത്താവ് എന്നോട് പറയുന്നു, ആളിവിടെ ഉണ്ടോ? ഈ പേര് പറഞ്ഞ 2 പേര് ഇതിനകത്തുണ്ടോ? ഇതാരൊക്കെയാണ്? ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഞങ്ങൾക്ക് ഇതെവിടുന്ന വന്നെന്ന് പറഞ്ഞ സ്ഥലം കലഞ്ഞൂർ ഒരു ലീഡറെ ആവശ്യമുണ്ട്. അജിയെ കണ്ടിരിക്കുന്നത് യേശു ഇവിടെ നിന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഒരു കലിങ്ങെ 3-4 പേരുടെ ഇടയിൽ ഇരിക്കുകയാണ്. അവന്റെ മഹത്വം അജിയെ ഇപ്പൊ തൊടുകയാണ്. ഒത്തിരി എണ്ണത്തെ പിടിക്കാൻ ഞാൻ അവനെ കണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിന് നിന്റെ തലമുറയിലെ അജേഷിന് അവനെ സുഹൃത്ത് ബന്ധത്തിൽ വലിച്ചോണ്ട് ഈ കൊട്ടേഷൻ പോലുള്ള ടീമുകളിലേക്ക് വലിച്ചോണ്ട് പോകുന്ന ദുർഭൂതത്തെ സഭ ഇന്ന് അറസ്റ്റ് ചെയ്യുന്നു. തിരിച്ചു വരുവാൻ കൽപ്പിക്കുന്നു.
യേശുവിന്റെ നാമത്തെ. ടിജോ ബ്രദർ, ഇതൊരു അത്ഭുതമാണ്. കഴുത്തിന്റെ ഡിസ്കിന് പ്രശ്നമായിരുന്നു, വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2.5 വർഷമായിട്ട് താൻ അത് അനുഭവിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ താൻ പറയുന്ന ഒരു പെരുപ്പ് പോലെ താൻ അനുഭവിച്ചു. ഇപ്പോൾ ആ വേദനയില്ല. യേശു തന്നെ പരിപൂർണമായി സൗഖ്യമാക്കി. തനിക്ക് കഴുത്ത് തിരിക്കാൻ പറ്റുന്നുണ്ട്, നോക്കാൻ പറ്റുന്നുണ്ട്. യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് കഴുത്ത് തിരിച്ചു കാണിച്ചാട്ടെ. ഒന്ന് കരം അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തു. ഇപ്പൊ വേദനയുണ്ട്. എനിക്കറിയാം, നമ്മളെ സ്ഥിരം ഇങ്ങനെ പേര് വിളിക്കുകയും ശുശ്രൂഷയൊക്കെ സ്ഥിരം കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ ഇവിടെ ശുശ്രൂഷിക്കാൻ വന്നൊരു ഗസ്റ്റിൻ്റെ അടുത്ത് ഒരു കമന്റ് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഗസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പക്ഷേ ഈ എന്നും പേര് വിളിക്കുന്നതും അഡ്രസ്സ് പറയുന്നതും രോഗം സൗഖ്യമൊക്കെ സ്ഥിരം ഇവിടെ കാണും. ഇനി ഞങ്ങളെ ഒന്ന് ഞെട്ടിക്കണമെങ്കിൽ വല്ല മരിച്ചതിനെ വല്ല എഴുന്നേപ്പിച്ച് കാണിക്കണം. ഹല്ലേലൂയ. അത് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അത് തന്നെ ഇന്ത്യൻ സഭ അത് കാണാൻ പോവുകയാണ്. ഇന്ത്യൻ സഭ അത് കാണാൻ കഴിഞ്ഞത്. ഞാനിത് പറയുന്നില്ല. എന്നോട് കർത്താവ് ഇന്ന് പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു ഘട്ടം തുറക്കുന്നു. എനിക്കത് പ്രസംഗിച്ച് പഠിപ്പിക്കാൻ അറിയത്തില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ വന്നു. ഞാനത് തുറന്ന് വായിച്ചിട്ട് തുള്ളിച്ചാടാൻ തോന്നി. ഏഷ്യൻ സൈഡിൽ നടന്ന ഏറ്റവും വലിയ വാച്ചിനേഴ്സ് സർവീസ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലാണ് നടന്നത്. 2.5 ലക്ഷം പേർ കൂടി ഒറ്റ വാച്ചിനേഴ്സ് സർവീസിലാഹോ യേശുവേ. അന്ത്യകാലത്ത് ഞാൻ എന്റെ സഭയെ പണിയും. ഞാൻ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഇന്ത്യയിലും ജയിക്കത്തില്ല. ഇതിന്റെ പണി മുകളിൽ നിന്നാണ്, താഴെ നല്ല. ഭൂമിയിൽ അടിസ്ഥാനമിട്ടത് ഭൂമിയിൽ നിന്ന് പൊളിക്കാൻ പറ്റും. പക്ഷെ സഭയുടെ അടിസ്ഥാനം ഭൂമിയിലല്ല ഇട്ടിരിക്കുന്നത്, സ്വർഗത്തിലാ. യേശു തന്നെ അടിസ്ഥാനക്കല്ല്. അങ്ങനെ മേളിൽ കയറാതില്ല, തൊടാൻ ഒരാൾക്ക് കഴിയത്തില്ല. കർത്താവ് എന്നോട് പറയുന്നു, അടുത്തൊരു സീസൺ തുറക്കുകയാണ്. തുറക്കുകയാണ്. പ്രസംഗിക്കാതെ പോയി ഇരിക്കണം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാതെ പോയി ഇരിക്കാൻ കഴിയുന്ന ഒരു സീസൺ തുറക്കുകയാണ്. എന്റെ പ്രസംഗം കൊണ്ടൊന്നും അല്ല ആളുകൾ പിടിപ്പിക്കപ്പെടുന്നത്, അവന്റെ സാന്നിധ്യം, അവന്റെ സ്പർശനം. കർത്താവിനോട് പറയുന്നു, കോഴിക്കോട് ഞങ്ങളിപ്പോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്. കർത്താവിനോട് പറയുന്നത്, ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വയനാട്, കോഴിക്കോട് 2 സ്ഥലങ്ങളിൽ നാളെ പകലിലും മറ്റന്നാളിൽ പകലിലും ഉണ്ട്. കർത്താവിനോട് പറയുന്നു, വടക്കൻ മലബാറിൽ ഒരു സീസൺ തുറക്കുകയാണ്. വലിയ അടഞ്ഞ കതവ് തുറന്നു വരുന്ന ഒരു കാഴ്ചയുമായിട്ടാണ് ഞങ്ങൾ ആ ദേശത്തേക്ക് വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. നാളെ എന്തോ ഭയങ്കരമായത് സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിനകത്തുനിന്ന് ഇറങ്ങുന്നവർ കർത്താവിനോട് പറഞ്ഞ ഉണർവിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നിങ്ങൾ ചെല്ലുന്നത്. നിങ്ങൾ പോകുന്നിടത്തും അത് ഉണ്ടായേ പറ്റത്തുള്ളൂ. അത് നിങ്ങളുടെ കഴിവ് കൊണ്ടോ മെടുക്ക് കൊണ്ടല്ല, ഈ അന്തരീക്ഷത്തിൽ അത് ഉള്ളത് കൊണ്ട്. Thank you, Jesus. Thank you, Jesus. കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്യുന്നവർ പുറത്തിറങ്ങിയാലും അതിൻ്റെ ഒരു മണം അവരുടെ മേലടിക്കും. അയ്യോ, ഇവിടുത്തെ കശുവണ്ടിക്ക് അത്ര എഫക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഉണർവിന്റെ ക്ലൈമറ്റിനകത്തൊന്ന് ഇറങ്ങുന്നവർ, അയ്യോ ഞങ്ങൾ കൂടെ വരണം. നീ ചെന്ന് നിൽക്കുന്ന വേദികളിൽ, നീ ഇന്ന് നിൽക്കുന്ന വീടുകളിൽ, അയ്യോ നീ സുവിശേഷം പറയാൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ സാന്നിധ്യം അതുപോലെ പേരുകൾ വെളിപ്പെട്ട് വരും. എന്നോട് കർത്താവ് പറയുന്നത്, ഈ അന്ത്യകാലത്ത് പിജോ തോമസ് എന്ന ഒറ്റയാൾ പോരാട്ടമല്ല നടക്കുന്നത്. ഒരു സേന പുറത്തു വരുന്നു. പേരുകൾ വെളിപ്പെടുന്ന യേശു കഴിഞ്ഞ രാത്രി എന്തിടപെട്ടു. പൗലോസ് അപ്പോസ്തലൻ ആ കടലിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ എന്റെ ഉടയവൻ എന്നോട് സംസാരിച്ചു. അങ്ങനെ പറയുന്ന ഇടപാടുകൾ ഉണ്ടാകുന്നു. സഹോദരിമാരെ, കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ തന്നെ ചില മുറികളിൽ യേശു നേരിട്ട് ഇറങ്ങി വരും. ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുകയാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്ന യേശു ഏതെങ്കിലും അങ്ങ് ഹൈറ്റിലിരുന്ന് നമ്മളെ നടത്തുന്നവനല്ല, കൂടെ ഇറങ്ങി വരുന്നവൻ. കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തോ അറിയത്തില്ല. ഈ ദിവസങ്ങളിൽ മൊത്തം ഞാൻ യേശുമായിട്ട് കണ്ടെന്ന് ഇന്നലെ വൈകിട്ട് ഞാനിവിടെ കസാരയിടാൻ വന്നത്. ഗിരീഷ് ബ്രദർക്ക് സാക്ഷിയാണ്.
വന്നപ്പോൾ എന്നെ കാണാൻ ഇവിടെ ഒരാൾ വന്നു, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച് അങ്ങോട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വാഹനത്തെ ഞാൻ കയറിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങുകയെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, പാസ്റ്റർ, എനിക്കൊരു സംഭവം സംഭവിച്ചു. അതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മുറിയിൽ യേശു ഇറങ്ങി വന്നു. അദ്ദേഹം പറഞ്ഞത്, കാട്ടിലെ കിടന്ന് തന്നെ അടിച്ച് നിലത്തിട്ട് ഉരുളാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുൾച്ച നിർത്തിയിട്ട് തന്നെ കിടക്കുമ്പോൾ ഉരുൾച്ച നിന്നു, തന്നെ കിടക്കുന്നു. സാവധാനത്തിലായി. ആ സമയത്ത് ഒരാൾ മുറിക്കകത്തൂടെ നടക്കുന്നു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആടെ മുഖം കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഒരാളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എഴുതി വെച്ച പേപ്പറുകൾ മൊത്തം കയ്യിലെടുത്തിട്ട് അതിൻ്റെ അടിയിലോട്ടൊരു ഒപ്പിട്ടു. അദ്ദേഹത്തിന്റെ വാചകമാണ്. അദ്ദേഹം ഒപ്പെന്ന് പറഞ്ഞ കൈ കൊണ്ട് ഒപ്പിട്ടെന്നല്ല, അദ്ദേഹം ഈ തള്ളവിരല് കൊണ്ട് അതിൻ്റെ അടിയിലോട്ടൊന്ന് അമർത്തിയിട്ട് അദ്ദേഹം പിടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ആ പ്രാർത്ഥിച്ച വിഷയത്തെ മാത്രം തുടരുത്, ബാക്കിയെല്ലാം ഞാൻ നടത്തി തരാം, ഇറങ്ങി പുറത്തു. ഈ ദിവസങ്ങളിൽ കാണുന്നത് ഞാൻ എന്താണോ കൊതിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരെ മാത്രം മുമ്പിൽ കൊണ്ട് തരുന്നു. അയ്യോ, എന്നോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ദൈവദാസന്മാരെ നോക്കിയിട്ട് ഇറങ്ങിയവരല്ല, നിങ്ങൾ യേശുവിനെ കണ്ടിറങ്ങിയതാണ്. ഏതെങ്കിലും സ്ഥലമോ ഏതെങ്കിലും ഇടപാടോ കണ്ടിട്ടല്ല ഇറങ്ങേണ്ടത്. യേശു ഇതിനകത്ത് നിങ്ങൾ ഇന്ന് വീട്ടുകളിൽ ചെന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഇതിന് വാശി പിടിക്കണം. അങ്ങനെ കാണണം. കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങൾക്ക് അങ്ങനത്തെ തേച്ചു മായ്ച്ച് കളയാൻ പറ്റാത്ത സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു. ഓ, താങ്ക് യു ജീസസ്. അങ്ങനെ ഉണ്ടായ കുഞ്ഞുങ്ങളില്ലാത്തവരോട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് നീ പറഞ്ഞു വന്ന കാരണത്താൽ ഉണ്ടായിപ്പോകും. ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് പല രാജ്യങ്ങളിൽ നിന്ന് യോഗത്തിനൊക്കെ വിളിച്ചിട്ട് പ്രവചനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാമോ, പ്രവചനത്തിനെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കാമോ, അങ്ങനെ. എനിക്ക് സത്യത്തിൽ ഇതൊന്നും അറിയത്തില്ല. കർത്താവ് എന്നെ തൊട്ടു, ഞാൻ പറയുന്നതൊക്കെ നടക്കുക. അല്ലാതെ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നവർക്ക് ഇത് പറയാൻ അറിയത്തില്ല, പറയുന്നവർക്ക് ക്ലാസ് എടുക്കാൻ അറിയത്തില്ല. എനിക്കിത് ക്ലാസ് ആയിട്ട് എടുക്കാൻ അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം യേശു എന്നെ തൊട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞത് നടക്കത്തുള്ളൂ. പേര് വിളിച്ച പേരവിടെ കണ്ടിരിക്കും, രോഗം പറഞ്ഞ രോഗം മാറിയിരിക്കും. അത് ദൈവത്തിന്റെ ഇടപാടാണ്. ഈ കവറിങ്ങിനകത്ത് നിന്നാൽ അതിനേക്കാൾ ഗുണമാണ്. പൗലോസ് അപ്പോസ്തലൻ ശൗല് പൗലോസാകുന്നതിന് മുമ്പ് ദമസ്കോസിൽ വെച്ച് ദൈവം അവനോട് ഇടപെട്ടു. അടിച്ച് നിലത്ത് വീണു. അനന്യാസ് തലയിലോട്ട് കൈവെക്കുമ്പോൾ ഒരു ഭാഗം നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കാത്തൊരു ഭാഗം, കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ എന്തോ നിലത്ത് വീണു. ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ വിശ്വാസം, യേശുവിനെ കാണേണ്ടതുപോലെ കാണാൻ തടസ്സമായി നിന്ന് എന്തോ ഇളകിപ്പോയതാണ്. പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണും. പൗലോസിനോട് ദൈവം ഇടപെടുക. എന്ത് നല്ല ജീവിതം, കൃത്യ ജീവിതം. ഇടയ്ക്കിടയ്ക്ക് അയ്യോ പൗലോസെ, നമ്മൾ തമ്മിൽ ഇന്ന് കൊണ്ട് പരിപാടി തീരുവല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തമ്മിൽ കാണുകടാ. അയ്യോ, ഇതിനകത്തിരിക്കുന്ന ചിലരോട് കർത്താവ് പറയോ, ഈ ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തമ്മിൽ. ഇത് അന്ത്യകാല യേശുവിന്റെ വരവിന് മുന്നോടിയായി നടക്കുന്ന ദൈവപ്രവർത്തിയ ചിലർ യേശുവിനെ അങ്ങനെ കാണും. അങ്ങനെ ഈ ദൂതിന് മുന്നിൽ ഒന്ന് സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ ആ കണ്ണുകളിലേക്ക് നിങ്ങളുടെ കരമൊന്ന് എടുത്തു വെച്ചിട്ട് പറ, യേശുവിനെ ഈ കണ്ണുകൊണ്ട് കാണണം. ഒത്തിരി തെറ്റായ കണ്ടത്, ഒത്തിരി വീഴ്ച കണ്ട കണ്ണ, തെറ്റായത് കണ്ട കണ്ണ, ഒത്തിരി പരാജയം കണ്ട കണ്ണ, ഒത്തിരി തകർച്ച കണ്ട കണ്ണ. പക്ഷെ ഈ കണ്ണുകൊണ്ട് കാണുന്ന വിധത്തിൽ യേശു ഇറങ്ങി വരുമെന്ന് ഇപ്പോൾ അങ്ങനെ ദാസൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ കണ്ണുകൊണ്ട് കാണാവുന്ന വിധത്തിൽ യേശുവെ അങ്ങ് എനിക്ക് വെളിപ്പെട്ട് വരണമേ. ഞാനൊരു കേവലം മതത്തിന്റെ ആളായി തുടരാനല്ല, അങ്ങയുമായി വ്യക്തിപരമായി തുടരുമോ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ അങ്ങനെ ആ കണ്ണിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചോ. ഈ ദിവസങ്ങളിൽ നിന്റെ മുറികളിൽ യേശു ഇറങ്ങി വരും. നിർബന്ധം പിടിക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് അങ്ങനെ ഇറങ്ങി വരും. ഇത് ചുമ്മാ ഏതെങ്കിലും കടങ്കഥ പറയുന്ന സമയമല്ല, ഏതെങ്കിലും കഥ പറഞ്ഞ് നിങ്ങളെ ഇളക്കുമല്ല. യേശു അന്ത്യകാലത്ത് ചിലർക്ക് കാണാവുന്ന വിധത്തിൽ അയ്യോ അങ്ങനെ യേശുവിനെ നേരിട്ട് കണ്ടോ, യേശുവായിട്ട് സംസാരിച്ചു. ഒത്തിരി പേരുമായി ഈ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചു, കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായി. അയ്യോ, നിങ്ങൾ ഉദ്ദേശിച്ചതിന് അപ്പുറത്തെ റിസൾട്ടുകൾ കർത്താവ് അവരുടെ ജീവിതത്തിൽ കൊടുത്തു. കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ അങ്ങനത്തത് ഈ ഹോളിനകത്തിരിക്കുന്ന ചിലർക്ക് ഉണ്ടാകും. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആക്കി വെച്ച ദൈവഭൃത്യൻ എന്ന നിലയിൽ ഈ കണ്ണുകളിൽ നിന്ന്
കാണാവുന്ന വിധത്തിൽ, ചെവി കൊണ്ട് കേൾക്കാവുന്ന വിധത്തിൽ അങ്ങയുടെ ശബ്ദവും, കണ്ണുകൊണ്ട് കാണാവുന്ന വിധത്തിൽ അങ്ങയുടെ സാന്നിധ്യവും, കൈകൊണ്ട് യോഹന്നാനൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ തൊട്ടത്, കണ്ണ് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, അങ്ങനത്തെ യേശുവിനെ പ്രസംഗിക്കുവാൻ, പരിചയപ്പെടുത്തുവാൻ ഈ തലമുറയുടെ മേലൊരു പ്രത്യേക അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പരിചയത്തിന്റെ പുറത്ത് യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആരാധനയുടെ എക്സ്പീരിയൻസിന്റെ പുറത്ത് യേശുവിന്റെ പുറകെ നടക്കരുത്. ഓരോ ദിവസവും പുതിയത് ചെയ്യുവാൻ യേശുവിന് പറ്റും. ക്രിസ്ത്യ ജീവിതം പോലെ സുഖമുള്ളൊരു ജീവിതമില്ല. ഓരോ ദിവസവും പുതിയത്. പഴമകളിൽ നടക്കുന്നതല്ല ക്രിസ്ത്യാനിത്വം. പഴമകളിൽ ഓടുന്നതല്ല ക്രിസ്ത്യാനിത്വം. ഇത് പുതിയത് ചെയ്യും. പുതിയത്, ഓരോ ദിവസവും പുതിയത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേപ്പോലൊരു